നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുക, നിങ്ങളുടെ ഒരു കഥ പറയാം. ഒരു ഒരു ഹസ്ബൻഡ്, അദ്ദേഹം ലൈഫിൽ പൊതുവെ ഭയങ്കര റൂട്ടായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും നല്ല റൂട്ടായിട്ട് പെരുമാറും. ചില ആൾക്കാരുണ്ട്, അവരുള്ളിൽ സ്നേഹം നേടും, പുറത്ത് പ്രകടിപ്പിക്കില്ല. എത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു പിടിച്ചിട്ട് അവർ നന്നാവാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തെ കൊണ്ടായിരിക്കും പുറത്ത് കാണിക്കും. അങ്ങനെ ഒരിക്കൽ ഈ ഭാര്യയ്ക്ക് ചെറിയൊരു തലവേദന വന്നു. തലവേദന കുറച്ച് വർഷമായി. ഹോസ്പിറ്റലിൽ പോയി പല രീതിക്കും ടെസ്റ്റുകൾ ചെയ്തു. അവസാനം ഡോക്ടർമാരൊരു പുതിയ കണ്ടുപിടുത്തം കൊണ്ടു. അവർക്ക് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെറിയൊരു വിഷമം ഉണ്ടായി. എങ്കിലും അവർ പറഞ്ഞു, താങ്കളുടെ ഭാര്യ താങ്കൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിക്കുക. കാരണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഭാര്യയുടെ ഓർമ്മ നഷ്ടം. എന്തായാലും ജീവിതത്തിൽ നമ്മൾ പിന്നെ കൊടുക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്നത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഷോക്ക്. അതാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പണ്ട് കമല സുരയ്യൽ നമ്മുടെ മാധവൻ ഒരു കാര്യം പറയും, എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായിട്ട് തന്നെ. എല്ലാവരും നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെന്നെ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് പ്രകടിപ്പിക്കാത്തതാണ് എന്ന് പറയുന്നൊരർത്ഥം. കാരണം ഞാൻ മരിച്ച് ശവക്കല്ലറയിൽ വന്ന് നിങ്ങൾ പൂവെച്ച് സ്നേഹപ്രകടനം നടത്തിയാൽ ഞാനതറിയും. ബൈബിളിൽ 1 കൊരിന്ത്യരിൽ 13-ാമത്തെ അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യം സ്നേഹത്തെക്കുറിച്ച് നല്ല രീതിക്ക് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പാട്ടും, ആലയിൽ ആടുകൾ ഏറെയുണ്ടെങ്കിൽ ലോകം മുഴുവൻ സ്വന്തമാണ്, എനിക്ക് സ്നേഹലകളൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലാം സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൗഡ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ആ സീരിയസ്നെസ് നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ ഒരാറ്റത്തിൻ്റെ കണക്കെടുക്കാം. ഒരാറ്റത്തിൻ്റെ കണക്കിൻ്റെ അത് ഒരു മനുഷ്യൻ ഒരു പ്രപഞ്ചത്തിൽ എന്തിനാ വെറുതെ സ്നേഹിക്കുക, കിട്ടുന്ന അവസരങ്ങൾ സ്നേഹിക്കുക. കൂടെയുള്ളപ്പോൾ സ്നേഹിക്കാതെ ഇല്ലാത്തപ്പോൾ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ടോ?